കൊച്ചിയിലെ അമൃത ആശുപത്രിയിലായിരുന്നു സിദ്ധാർത്ഥിന്റെ ചികിത്സ നടന്നത്. മരണം സംഭവിച്ച് മണിക്കൂറുകൾക്കിപ്പുറം സിദ്ധാർത്ഥിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മോർച്ചറിയിൽ നിന്നും പുറത്തേക്കിറക്കിയപ്പോൾ നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാന നോക്കു കാണുവാൻ എത്തിയത്. അക്കൂട്ടത്തിൽ സിദ്ധാർത്ഥിന്റെ മരണവിവരം അറിഞ്ഞെത്തിയ ബന്ധുക്കളെല്ലാം ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥിന്റെയും അമ്മയുടെയും സഹോദരിയുടെയും കരച്ചിൽ താങ്ങാൻ കഴിയാത്ത വേദനയോടെയാണ് അവരെല്ലാം കണ്ടുനിന്നത്. അതുപോലെ തന്നെയായിരുന്നു സിദ്ധാർത്ഥിന്റെ വല്യമ്മമാരും ചെറിയമ്മമാരുമെല്ലാം. എല്ലാവരോടും എപ്പോഴും നല്ല സ്നേഹത്തോടെയും അനുകമ്പയോടെയും മാത്രം പെരുമാറിയിരുന്ന സിദ്ധാർത്ഥിനെക്കുറിച്ച് പറയാൻ അവർക്കും നല്ലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 സീരിയലുകളിൽ അഭിനയിച്ചാൽ പിന്നെ താരജാടയോടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ പെരുമാറുന്ന പലർക്കുമിടയിൽ ഏറെ വ്യത്യസ്തനായിരുന്നു സിദ്ധാർത്ഥ്. പലർക്കും വിനീഷ് എന്ന പേരിലാണ് സിദ്ധാർത്ഥിനെ അറിയാവുന്നത്. കസ്തൂരിമാനിലെ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രം ശ്രദ്ധ നേടിയതോടെയാണ് ആ പേരിൽ നടൻ അറിയപ്പെട്ടു തുടങ്ങിയത്. സിദ്ധാർത്ഥിനെ കാണുവാൻ നിരവധി ബന്ധുക്കളും താരങ്ങളുമാണ് ആശുപത്രിയിലേക്ക് എത്തിയത്. ആശുപത്രി മോർച്ചറിയിൽ നിന്നും പുറത്തേക്കിറക്കിയ സിദ്ധാർത്ഥിന്റെ മൃതദേഹം കാണുവാൻ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഒപ്പം അഭിനയിച്ച നിരവധി താരങ്ങളുമെല്ലാം എത്തിയിരുന്നു. ആർക്കും സിദ്ധാർത്ഥിന്റെ ആ കിടപ്പ് കണ്ട് സഹിക്കാൻ കഴിയുമായിരുന്നില്ല, വിശ്വസിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അക്കൂട്ടത്തിലായിരുന്നു വല്യമ്മമാരും ചെറിയമ്മമാരുമെല്ലാം ഉണ്ടായിരുന്നത്. അവരുടെയെല്ലാം കണ്ണീരും ചുംബനങ്ങളുമെല്ലാം ഏറ്റുവാങ്ങി കണ്ണീരാൽ നനഞ്ഞാണ് സിദ്ധാർത്ഥിനെ ആംബുലൻസിലേക്ക് കയറ്റിയത്. അവിടെ എത്തിയവരുടെയെല്ലാം ചങ്കുലയ്ക്കുന്നതായിരുന്നു സിദ്ധാർത്ഥിന്റെ അമ്മയുടെ കരച്ചിൽ. ഒന്ന് നിൽക്കാൻ പോലും കഴിയാതെ തളർന്നു വീഴുകയായിരുന്നു ആ അമ്മ. എൻ്റെ മോനെ ഞാനൊന്ന് തൊട്ടോട്ടെ എന്നുള്ള ചോദ്യം കേട്ടു നിൽക്കുന്നവരുടെ ചങ്കുലയ്ക്കുന്നതായിരുന്നു. സീമാജി നായർ അടക്കമുള്ളവർ അമ്മയുടെ കൈപിടിച്ച് സിദ്ധാർത്ഥിനെ തൊടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി പോലുമില്ലാതെ തളർന്നു പോവുകയായിരുന്നു ആ അമ്മ. അച്ഛൻ മരിച്ച ശേഷം സിദ്ധാർത്ഥിന് അമ്മയായിരുന്നു എല്ലാം. മകൻ്റെ സ്വപ്നമായ അഭിനയത്തിന് സർവ്വ പിന്തുണയും നൽകിയിരുന്നത് ഈ അമ്മ തന്നെയാണ്. സിദ്ധാർത്ഥിന്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കും ഈ അമ്മയായിരുന്നു. സിദ്ധാർത്ഥ് അഭിനയിച്ച കഥാപാത്രങ്ങളും ആ വേഷങ്ങളുമെല്ലാം മുടങ്ങാതെ കണ്ടിരുന്ന അമ്മ മകൻ്റെ തെറ്റുകുറ്റങ്ങളും നല്ല വശങ്ങളുമെല്ലാം ചൂണ്ടിക്കാട്ടി പറഞ്ഞു നൽകിയിരുന്നു. സിദ്ധാർത്ഥിന് രോഗം സ്ഥിരീകരിച്ച നാൾ മുതൽ മകൻ്റെ ഊണിലും ഉറക്കത്തിലുമെല്ലാം ഈ അമ്മ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയുള്ള ഉറപ്പായ പ്രതീക്ഷയിലായിരുന്നു ആ അമ്മ. അതുകൊണ്ട് തന്നെ മകൻ്റെ മരണം അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായി മാറുകയും ചെയ്തു. ശേഷം താങ്ങിപ്പിടിച്ചാണ് അമ്മയെ വാഹനത്തിലേക്ക് കയറ്റിയതും വീട്ടിലേക്ക് കൊണ്ടുപോയതുമെല്ലാം. സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം കണ്ട് ചേട്ടാ കുറേ വേദന സഹിച്ചില്ലേ എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ചു കരയുകയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അനുജത്തിയും. 2 പേർ ചേർന്ന് താങ്ങിപ്പിടിച്ചിരുന്ന അനിയത്തിയെ സാന്ത്വനിപ്പിക്കുവാൻ പാടുപെടുകയായിരുന്നു പ്രിയപ്പെട്ടവർ. ഇന്നലെയാണ് സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചത്. തുടർന്ന് തൃശ്ശൂരിലെ വീട്ടിലേക്കാണ് സിദ്ധാർത്ഥിന്റെ മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.